ഹരി ഓം ഹരി ഓം. നാരായണ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. നാരായണ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ. പരമഋഷിഭ്യഃ ശ്രീഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. എല്ലാവർക്കും രാമായണ മാസ ആശംസകൾ. നമ്മുടെ പൂജാപുഷ്പങ്ങൾ ഇന്ന് 4ാമത്തെ പാർട്ട്. ഇപ്പോൾ 8 കീർത്തനങ്ങൾ കൂടി ബാക്കിയുണ്ട്. 37 കീർത്തനങ്ങളിൽ 29 3 പാർട്ടായിട്ട് കഴിഞ്ഞു. ഇനി 8 കീർത്തനങ്ങളാണ് ബാക്കിയുള്ളത്. എന്നാൽ അവസാനമായിട്ട് ധ്രുവചരിതത്തെക്കുറിച്ചിട്ടുള്ള സുനീതി ദേവി എന്നുള്ളൊരു കീർത്തനമാണ് കണ്ടത്. അതിനു മുമ്പ് നരസിംഹാവതാരം, സുദർശനമൂർത്തി, നല്ല നല്ല സ്തോത്രങ്ങളൊക്കെ കണ്ടു. വളരെ വളരെ ഗംഭീരങ്ങളായിട്ടുള്ള മനോഹരങ്ങളായിട്ടുള്ള കൃതികളാണെല്ലാം. എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഒരുപാട് പേര് അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. ഒരുപാട് പേര് പുസ്തകങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓർഡർ അനുസരിച്ച് അയച്ചു കൊടുക്കുന്നുണ്ട്. ഇനിയും വേണ്ടവർക്ക് പറയാം. ഇഷ്ടംപോലെ പുസ്തകങ്ങൾ ഉണ്ട്. നാരായണ. പാടിപ്പാടി പരിചയിക്കണം ഓരോരുത്തരും. സന്ധ്യാനാമങ്ങളായിട്ടൊക്കെ കീർത്തനങ്ങളായി പാടുക. അങ്ങനെ മറ്റുള്ളവർക്കും കൂടി ഇത് കേൾക്കാനുള്ള ഇടയുണ്ടാവട്ടെ, ശ്രദ്ധിക്കാനിടയുണ്ടാവട്ടെ, അവർക്കും ഇത് ആസ്വദിക്കണം എന്നുള്ള തോന്നലുണ്ടാവട്ടെ. ഭഗവാന്റെ കീർത്തനങ്ങളാണ് എല്ലായിടത്തും മുഴങ്ങേണ്ടത്. അത് മനോഹരങ്ങളായ കീർത്തനങ്ങൾ എല്ലായിടത്തും മുഴങ്ങട്ടെ. നാരായണ. അപ്പോൾ നമ്മുടെ ശ്രീമതി കമലാദേവി കുഞ്ഞമ്മയുടെ പൂജാപുഷ്പങ്ങൾ എന്ന കാവ്യസമാഹാരത്തിൻ്റെ 4ാം ഭാഗത്തിലേക്ക് ഏവർക്കും സുസ്വാഗതം, സുസ്വാഗതം. ഇന്നിപ്പോൾ ഇവിടെ ആദ്യം അവതരിപ്പിക്കുന്നത് ഗോവർദ്ധനവും മേഘങ്ങളും എന്നുള്ള ഒരു ചെറിയ കാവ്യമാണ്. ഇവിടെ ഗോവർദ്ധനോദ്ധാരണം ഭഗവാന്റെ. നാരായണ.
അമ്മയുടെ കാവ്യങ്ങളിൽ പ്രകൃതി സജീവമായി അല്ലേ പങ്കെടുക്കുന്നു. ഭഗവാൻ ലീല ചെയ്ത വൃന്ദാവനം, ആ വൃന്ദാവനത്തിലെ എന്താ പറയുക, വൃക്ഷലതാദികളും പക്ഷിമൃഗാദികളും യമുന നദിയും ഗോവർദ്ധന പർവ്വതവും എല്ലാം ഭാഗവതത്തിലും മറ്റൊക്കെ അത്യന്തം മാഹാത്മ്യത്തോടെ വർണ്ണിക്കപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു ആശയത്തെ അങ്ങനെ തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് തൻ്റെ കാവ്യങ്ങളിൽ എവരെയും പാത്രങ്ങളാക്കി മാറ്റിയിരിക്കുന്നു. ഗോവർദ്ധനവും മേഘങ്ങളും എന്നുള്ള ഈ ഒരു കവിത പാരായണം ചെയ്യാം. ആ 7 ദിവസത്തെ മഴ കഴിഞ്ഞ് മേഘങ്ങൾ നിവർത്തിക്കുന്ന സന്ദർഭത്തിലാണ് ഗോവർദ്ധനത്തോട് ചോദിക്കുന്ന രീതിയിലാണ് ഇതിന്റെ അവതരണം ആരംഭിക്കുന്നത്. നോക്കാം. ഗോവർദ്ധനവും മേഘങ്ങളും. തളർന്നു മടങ്ങിപ്പോം മഴമേഘങ്ങളേതോ സുഖനിർവൃതി നൽകും പുളകോദ്ഗമത്തോടെ മധുരസ്മരണയിൽ മറുവും ഗോവർദ്ധനഗിരി തന്നോടായി ചോദ്യം ചെയ്തിരാദരപൂർവം. തളർന്നു മടങ്ങിപ്പോം മഴമേഘങ്ങൾ ഏതോ സുഖനിർവൃതി നൽകും പുളകോദ്ഗമത്തോടെ മധുരസ്മരണയിൽ മറുവും ഗോവർദ്ധനഗിരി തന്നോടായി ചോദ്യം ചെയ്തിതാദരപൂർവം. വ്രജഭൂമിയിലെങ്ങും മഴയേശിയിട്ടില്ല കുടയായി അങ്ങു തന്നെ നിന്നെന്നോ പറഞ്ഞാലും എന്തൊരാധാരത്തിന്മേലുയർന്നു നിന്നു ഭവാൻ സ്വന്തമായി നിൽപ്പാൻ മേഘമല്ല പക്ഷിയുമല്ല. ഒട്ടുമേ തളർച്ചയില്ലെന്നല്ലൊരവാച്യമാം ചിത്തസംതൃപ്തി കാൺമോ നിന്നിൽ എന്തതിശയം. വ്രജഭൂമിയിലെങ്ങും മഴയേശിയിട്ടില്ല കുടയായി അങ്ങു തന്നെ നിന്നെന്നോ പറഞ്ഞാലും എന്തൊരാധാരത്തിന്മേലുയർന്നു നിന്നു ഭവാൻ സ്വന്തമായി നിൽപ്പാൻ മേഘമല്ല പക്ഷിയുമല്ല. ഒട്ടുമേ തളർച്ചയില്ലെന്നല്ലൊരവാച്യമാം ചിത്തസംതൃപ്തി കാണൂ നിന്നിൽ എന്തതിശയം. അപ്പൊ മേഘങ്ങൾ കാണുന്നില്ല, ഈ പർവ്വതത്തെ ആരാ പൊക്കി പിടിച്ചിരിക്കുന്നതെന്ന് പർവ്വതം സ്വയം പൊങ്ങി നിന്നതായി കരുതിക്കൊണ്ട് ആ പർവ്വതത്തോട് ചോദിക്കുന്നത് പോലെയാണ്. ആ പർവ്വതമോ എന്തെന്നില്ലാത്തൊരു നിർവൃതിയിലാണ്, സുഖനിർവൃതി, ഒരു രോമാഞ്ചം പോലെ ഉള്ള ഭാവത്തിലാണ് ഗോവർദ്ധനത്തിന്റെ നിൽപ്പ്. മേഘങ്ങൾക്ക് അസൂയ തോന്നിക്കാണും ഈ ഗോവർദ്ധന പർവ്വതത്തോട്, അല്ലേ? എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള ഭാവന. ആരും ചിന്തിച്ചിട്ടില്ല എങ്ങനെയൊന്നും.
വളരെ മനോഹരം. ഗോവർദ്ധനത്തിന്റെ മറുപടിയാണ്. പറയാം ഗോകുലത്തിൻ സൗന്ദര്യ തേജസ്സാകും പശുപാലകൻ ബാലൻ നന്ദജൻ നടവരൻ കൃഷ്ണൻ തൻ ചെറുവിരൽ തുമ്പിലായെന്നെ നിർത്തി രക്ഷിച്ചു ഗോപലോകം തന്നെയെന്തനായാസം. ക്ഷുത്പിപാസാദികളോ ദിനരാത്രങ്ങൾ താനോ ഒട്ടുമേ ബാധിച്ചില്ല വ്രജവാസികൾക്കാർക്കും. പറയാം ഗോകുലത്തിൻ സൗന്ദര്യ തേജസ്സാകും പശുപാലകൻ ബാലൻ നന്ദജൻ നടവരൻ കൃഷ്ണൻ തൻ ചെറുവിരൽ തുമ്പിലായി എന്നെ നിർത്തി രക്ഷിച്ചു ഗോപലോകം തന്നെ എന്തനായാസം. ക്ഷുത്പിപാസാദികളോ ദിനരാത്രങ്ങൾ താനോ ഒട്ടുമേ ബാധിച്ചില്ല വ്രജവാസികൾക്കാർക്കും. ഘോരമായി ഇടിമുഴക്കങ്ങളും മഹാവർഷതാണ്ഡവങ്ങളും ബാഹ്യലോകത്തെ വിറപ്പിക്കേ നിന്നു ഞാൻ ഗോപീകൃഷ്ണൻ തന്നെ കരത്തിലെ കുഞ്ഞിപ്പൂങ്കുടയായി വ്രജത്തിൻ സേവകനായി. ഇതു താൻ ജന്മസാഫല്യം സുഹൃത്തേ, മറ്റൊരു നേട്ടവും വേണ്ട ധന്യമായ ജീവിതം. ഘോരമായിടി മുഴക്കങ്ങളും മഹാവർഷതാണ്ഡവങ്ങളും ബാഹ്യലോകത്തെ വിറപ്പിക്കേ നിന്നു ഞാൻ ഗോപീകൃഷ്ണൻ തന്നെ കരത്തിലെ കുഞ്ഞിപ്പൂങ്കുടയായി വ്രജത്തിൻ സേവകനായി. ഇതു താൻ മമ ജന്മസാഫല്യം സുഹൃത്തേ, മറ്റൊരു നേട്ടവും വേണ്ട ധന്യമായ ജീവിതം. ആകാശചാരികളം നിങ്ങൾക്കു വൃന്ദാവന ഭൂവിന്റെ ലാവണ്യത്തിൻ മാധുര്യം നുകരേണ്ടേ. ഗോക്കളും ഗോപന്മാരുമൊത്തെന്റെ കണ്ണൻ കാട്ടും ഗോഷ്ഠികൾ കുസൃതികൾ ഭാവങ്ങൾ കാണേണ്ടയോ. ചാരുത വഴിഞ്ഞുള്ള കേളി കുഞ്ചങ്ങൾ പുഷ്പവാടികൾ രാഗം മൂളിയൊഴുകും കാളിന്തിയും കൺമതിന്നാശയില്ലേ വന്നു നോക്കിടൂ. കണ്ണൻ ലീലയാടിടും വിശ്വമോഹനോദ്യാനം തന്നിൽ. ആകാശചാരികളം നിങ്ങൾക്കു വൃന്ദാവന ഭൂവിന്റെ ലാവണ്യത്തിൻ മാധുര്യം നുകരേണ്ടേ. ഗോക്കളും ഗോപന്മാരുമൊത്തെന്റെ കണ്ണൻ കാട്ടും ഗോഷ്ഠികൾ കുസൃതികൾ ഭാവങ്ങൾ കാണേണ്ടയോ. ചാരുത വഴിഞ്ഞുള്ള കേളി കുഞ്ചങ്ങൾ പുഷ്പവാടികൾ രാഗം മൂളിയൊഴുകും കാളിന്തിയും കൺമതിന്നാശയില്ലേ വന്നു നോക്കിടൂ. കണ്ണൻ ലീലയാടിടും മോഹനോദ്യാനം തന്നിൽ. മേഘങ്ങൾ ഒരു സ്വപ്ന ചിന്തയിൽ നീങ്ങി മന്ദഹാസത്തോടെത്തി വെയിൽ തഴുകി ബാലാനിലൻ.
മേഘങ്ങൾ ഒരു സ്വപ്ന ചിന്തയിൽ നീങ്ങി മന്ദഹാസത്തോട് എത്തി വെയിൽ തഴുകി ബാലാനിലൻ. സർവദേവാനുഗ്രഹം നേടിയൊരദ്യശ്രേഷ്ഠൻ സർവവും കൃഷ്ണൻ തങ്കലർപ്പിച്ചു നിന്നീടിനാൻ. സർവദേവാനുഗ്രഹം നേടിയൊരദ്രിശ്രേഷ്ഠൻ സർവവും കൃഷ്ണൻ തങ്കലർപ്പിച്ചു നിന്നീടിനാൻ. അതിമനോഹരം, അതിമനോഹരം. എല്ലാവരും കൃഷ്ണകഥയില് സചേതനങ്ങളാണ്, ജഡങ്ങളായിട്ടൊന്നുമില്ല. ഗോവർദ്ധന പർവ്വതവും പശുക്കളും പശുക്കിടാങ്ങളും കാളിന്തിയും അവിടെയുള്ള പുൽക്കൊടികളും എല്ലാവരും ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ സാന്നിധ്യം ആഘോഷിക്കുകയാണ്, ആനന്ദിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു അതിമനോഹരമായ അവതരണമാണ് ഈ ഗോവർദ്ധനത്തിൻ്റെ വാക്കുകളിലൂടെ അമ്മ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ ഒരു ഭാവനയ്ക്ക് മുമ്പിൽ നമോവാകം, നമോവാകം. നാരായണ. അടുത്തത് ശ്രീമന്നാരായണീയം എന്നുള്ളൊരു കവിതയാണ്. മുമ്പ് നമ്മൾ നാരായണീയ ദിനം എന്നുള്ള പേരിൽ കാവ്യമഞ്ജരിയിൽ നാരായണീയത്തെക്കുറിച്ചിട്ടുള്ള കാവ്യം വായിച്ചു. അതിന്നിപ്പോൾ വളരെ പോപ്പുലറായി കഴിഞ്ഞു. നാരായണീയ സത്രത്തിലേക്ക് ഒരു ഗാനമായിട്ട് എല്ലാവരും ഏറ്റെടുത്തിട്ടുണ്ട്. ആവുന്നവരൊക്കെ ആവും പോലെയൊക്കെ പാടി ആസ്വദിക്കട്ടെ. അതിൻ്റെ കൂട്ടത്തിൽ ഇതും വേണമെങ്കിൽ നമുക്ക് അറ്റാച്ച് ചെയ്യാം, റെക്കമെൻഡ് ചെയ്യാം. നോക്കട്ടെ. ശ്രീമന്നാരായണീയം അമ്മ ആദ്യം എഴുതിയിട്ടുള്ള നാരായണീയത്തെക്കുറിച്ചിട്ടുള്ള കവിതയാണ്. ഭക്തിജ്ഞാനപ്രഭാപൂർണം ദിവ്യൈശ്വര്യപ്രദായകം ശ്രീമന്നാരായണീയത്തിൻ മാഹാത്മ്യം പറയാവതോ. ഗുരുവായൂപുരേശന്റെ വാതിൽ മാടത്തിലെപ്പോഴും തെളിവാർന്നു വിളങ്ങുന്നു മേൽപ്പത്തൂർ ഭദ്രദീപമായി. എത്രയോ സജ്ജനങ്ങൾ തൻ ഹൃദയാമൃതധാരയായി ശ്ലോകമാധുര്യമായി ഭക്തിസാന്ദ്രഭാവസ്വരൂപമായി ദുഃഖമോചകമന്ത്രങ്ങൾ ഉതിർക്കും ശബ്ദവീചിയായി ഭഗവൽ പാദപദ്മത്തിൽ തുളസി പുഷ്പഗന്ധമായി വാഗർത്തങ്ങളിണങ്ങിടും ഭാഷതൻ സൗകുമാര്യമായി അർത്ഥഗാംഭീര്യമായി താളലയഭാവങ്ങളൊപ്പമായി മുരളീലോലനാം കൃഷ്ണൻ അരികിൽ നൃത്തമാടിടും നാരായണീയമേ നിന്നെ നമിപ്പൂ വാതനാഥനേ. രോഗമുക്തി തരൂ കൃഷ്ണ
ഭക്തിയാൽ ധന്യയാക്കിടൂ നിന്നനുഗ്രഹമാം മന്ദഹാസമെന്നിൽ ചൊരിഞ്ഞിടൂ. മുരളീലോലനാം കൃഷ്ണൻ അരികിൽ നൃത്തമാടിടും നാരായണീയമേ നിന്നെ നമിപ്പൂ വാദനാഥനേ. രോഗമുക്തി തരൂ കൃഷ്ണ ഭക്തിയാൽ ധന്യയാക്കിടൂ നിന്നനുഗ്രഹമാം മന്ദഹാസമെന്നിൽ ചൊരിഞ്ഞിടൂ. വളരെ മനോഹരം. ആശയങ്ങളെല്ലാം മറ്റേതിലുള്ളതുപോലെ തന്നെയാണ്, പക്ഷേ ഇത് കുറെ കൂടി ലളിതമാണ്, എല്ലാവർക്കും ഈസി ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്നതാണ്. മറ്റത് കുറച്ചുകൂടി നീണ്ട വരികളാണ്, ഇത് അനുഷ്ഠു വരി പോലെയുള്ള വരികളാണ്. ഇതും ആളുകൾ ഏറ്റെടുക്കും, യാതൊരു സംശയവുമില്ല. നമ്മളതിനുള്ള എന്തെങ്കിലും വഴികൾ ചെയ്യണം. അടുത്തതായിട്ട് മാൻകുട്ടി എന്ന പേരിൽ നമ്മളെ ജഡഭരത അല്ലെങ്കിൽ ഭരതചരിത്രം, ഭരതചക്രവർത്തി എല്ലാം ഉപേക്ഷിച്ച് പുലഹാശ്രമത്തിൽ ഗണ്ഡകീ നദീ തീരത്ത് തപസ് ചെയ്യുമ്പോൾ തൻ്റെ അടുത്ത് വന്നു ചേരുന്ന പ്രാരബ്ധമായ മാൻകുട്ടിയുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ബന്ധത്തെ വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നതാണ് ഈ മാൻകുട്ടി എന്ന കവിത. നോക്കട്ടെ, നമുക്ക് വായിക്കാം. ഇരുട്ടായിട്ടും വന്നതില്ലല്ലോ വഴി തെറ്റി നടക്കുന്നിതോ ക്ഷീണം കലർന്നു കിടക്കയോ. ഘോര ശബ്ദങ്ങൾ കേട്ടു ഭയന്നോടുമ്പോൾ വീണുപോയിതോ മന്ദം മന്ദം മുടന്തി നടക്കയോ. കാനന സംഗീതത്തിൽ മയങ്ങിപ്പോയോ എന്റെ പേർ വിളി കേൾക്കാനായി കാത്തു നിന്നിടുന്നിതോ. ബന്ധുഹീനനാം അവൻ തൻ തുണയ്ക്കാരെത്തിയിടും സുന്ദരനവൻ തന്റെ മുഖമേ മനം തന്നിൽ. കുളിർമ പൊഴിക്കുന്ന ചന്ദ്രൻ തൻ മടിത്തട്ടിലിരുത്തിലാളിപ്പിതോ എന്റെ മാൻകിടാവിനെ. ഭരതന്റെ മാൻകുട്ടിയെ സന്ധ്യാനേരത്തുള്ള അന്വേഷണം ഭാഗവതത്തിൽ ഗദ്യരൂപത്തിൽ അതിമനോഹരമായിട്ട് വളരെ വിസ്തരിച്ച് അവതരിപ്പിച്ചിട്ടുണ്ട്. ആ ആശയത്തെ നല്ല ലളിത ഭാഷയിൽ മലയാളത്തിൽ നമുക്ക് മനോഹരമായി തന്നിരിക്കുകയാണ്. ഇരുട്ടായിട്ടും വന്നതില്ലല്ലോ വഴിതെറ്റി നടക്കുന്നിതോ ക്ഷീണം കലർന്നു കിടക്കയോ. ഘോര ശബ്ദങ്ങൾ കേട്ടു ഭയന്നോടുമ്പോൾ വീണുപോയിതോ മന്ദം മന്ദം മുടന്തി നടക്കയോ. കാനന സംഗീതത്തിൽ മയങ്ങിപ്പോയോ എന്റെ പേർ വിളി കേൾക്കാനായി കാത്തു നിന്നിടുന്നിതോ. ബന്ധുഹീനനാമവൻ തൻ തുണയ്ക്കാരെത്തിയിടും സുന്ദരനവൻ തന്റെ മുഖമേ മനം തന്നിൽ. കുളിർമ പൊഴിക്കുന്ന ചന്ദ്രൻ തൻ
മടിത്തട്ടിലിരുത്തിലാളിപ്പിതോ എന്റെ മാൻകിടാവിനെ. സന്ധ്യാവന്ദനത്തിനു സമയം വൈകി, പൂജാദ്രവ്യങ്ങളൊന്നും ശേഖരിച്ചതിൽ ഇതുവരെ. ഈശ്വരധ്യാനം സാധ്യമാവുന്നതില്ല, ചിന്താധാരകൾ വഴിമാറിപ്പായുന്നു പലയിടത്തും. സന്ധ്യാവന്ദനത്തിന് സമയം വൈകി, പൂജാദ്രവ്യങ്ങളൊന്നും ശേഖരിച്ചതിൽ ഇതുവരെ. ഈശ്വരധ്യാനം സാധ്യമാവുന്നതില്ല, ചിന്താധാരകൾ വഴിമാറിപ്പായുന്നു പലയിടത്തും. ഋഷഭപുത്രൻ ചക്രവർത്തി ധർമാനുഷ്ഠാനനിരതൻ, രാജ്യത്രാണ നിപുണൻ ഭരതാഖ്യൻ. യജ്ഞങ്ങൾ യഥാവിധി നടത്തി, ദേവന്മാർക്കായർപ്പിച്ചു ഹോമദ്രവ്യമൊക്കെയും ഭക്തിപൂർവം. സർവദേവാനുഗ്രഹം നേടി ശ്രീഹരിതങ്കൽ സർവവും സമർപ്പിച്ചു. നിഷ്കളങ്ക ബ്രഹ്മധ്യാന സാധനയ്ക്കായിട്ടെത്തി, പുലഹാശ്രമം തന്നിൽ പാവനയാകും ചക്രനദി തൻ തീരത്തിങ്കൽ. ഋഷഭപുത്രൻ ചക്രവർത്തി ധർമാനുഷ്ഠാന നിരതൻ, രാജ്യത്രാണ നിപുണൻ ഭരതാഖ്യൻ. യജ്ഞങ്ങൾ യഥാവിധി നടത്തി, ദേവന്മാർക്കായർപ്പിച്ചു ഹോമദ്രവ്യമൊക്കെയും ഭക്തിപൂർവം. സർവദേവാനുഗ്രഹം നേടി ശ്രീഹരിതങ്കൽ സർവവും സമർപ്പിച്ചു. നിഷ്കള ബ്രഹ്മധ്യാന സാധനയ്ക്കായിട്ടെത്തി, പുലഹാശ്രമം തന്നിൽ പാവനയാകും ചക്രനദി തൻ തീരത്തിങ്കൽ. ഒരു മാൻകുട്ടിയെത്തി യോഗമാർഗത്തിൽ, ഭൂതദയതൻ പാത്രമായി സ്നേഹത്തിൻ മാധുര്യമായി. മനസ്സുമാറി സംഘം ത്യജിച്ച നൃപശ്രേഷ്ഠൻ എവിടേക്കെത്തിച്ചേർന്നു? പുത്രവാത്സല്യത്തിലോ വിരഹാതുരതൻ ക്ലേശവൈവശ്യത്തിലോ പരമാനന്ദത്തിന്റെ നിർവൃതി ഭാവത്തിലോ? ഒരു മാൻകുട്ടിയെത്തി യോഗമാർഗത്തിൽ, ഭൂതദയതൻ പാത്രമായി സ്നേഹത്തിൻ മാധുര്യമായി. മനസ്സുമാറി സംഘം ത്യജിച്ച നൃപശ്രേഷ്ഠൻ എവിടേക്കെത്തിച്ചേർന്നു? പുത്രവാത്സല്യത്തിലോ വിരഹാതുരതൻ ക്ലേശവൈവശ്യത്തിലോ പരമാനന്ദത്തിന്റെ നിർവൃതി ഭാവത്തിലോ? പ്രപഞ്ചപ്പൊരുളിലേക്കൊഴുകും പ്രേമഭാവം വഴിമുട്ടിയോ? സംഘം ദോഷമായി ഭവിച്ചിതോ? എന്തുമാകട്ടെ, മുക്തി നേടുവാൻ ഭരതന് വേണ്ടി വന്നല്ലോ 2 പുണ്യജന്മങ്ങൾ കൂടി. പ്രപഞ്ചപ്പൊരുളിലേക്കൊഴുകും പ്രേമഭാവം വഴിമുട്ടിയോ? സംഘം ദോഷമായി ഭവിച്ചിതോ? എന്തുമാകട്ടെ, മുക്തി നേടുവാൻ ഭരതനു വേണ്ടി വന്നല്ലോ 2 പുണ്യജന്മങ്ങൾ കൂടി.
മനോഹരമായിട്ടുണ്ട്, ഒന്നും പറയാനില്ല. ഈ കഥയെല്ലാം അറിയുന്നവർക്ക് ഇത് എത്ര ആസ്വദിച്ചാലും മതിയാവില്ല. കഥയറിയാത്തവർക്കും ആസ്വദിക്കാവുന്നതാണ്, അല്ലേ? നാരായണ. കൃഷ്ണദർശനം എന്നുള്ള ഒരു കാവ്യം വളരെ മനോഹരം. ദർശനം തന്നെയാണ്. കണ്ടു 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 എന്ന് ആവർത്തിച്ച് പറയണം. ഭഗവാനെ ഉള്ളിൽ നിറഞ്ഞു കാണുകയാണ്, കണ്ടുകൊണ്ട് വരച്ചിരിക്കുകയാണ് വാങ്മയ ചിത്രം. ഒരു കേശാദിപാദം വർണ്ണന തന്നെയാണെന്ന് പറയാം. നോക്കാം. അഗ്രേ പശ്യാമി, അല്ലേ? മേൽപ്പത്തൂര് പാടി കേശാദിപാദം. ആ അഗ്രേ പശ്യാമിയെ വളരെ ലളിതമായൊരു കാവ്യമായി അവതരിപ്പിച്ചു മലയാളത്തിൽ. നോക്കാം, നമുക്ക് അഗ്രേ പശ്യാമിയുടെ ഒപ്പം പോകാം. പീലിത്തിരുമുടി തന്നിൽ തൂമലർ മാലകൾ ചാർത്തി കണ്ടു, ഗോപീതിലകമണിഞ്ഞൊരു നെറ്റിയിൽ ഗോരോജനവും കണ്ടു, കമലദളങ്ങൾ കൊതിക്കും കണ്ണിൽ കാരുണ്യം ഞാൻ കണ്ടു, മിനുമിനെ മിന്നും കവിളിണയിൽ ഞാൻ കുണ്ടലഭംഗികൾ കണ്ടു, പുഞ്ചിരി വിരിയും ചെഞ്ചുണ്ടുകളിൽ കുസൃതിയൊളിപ്പതു കണ്ടു, അൻപിനോടോടക്കുഴലിൽ ഗോപി മോഹനരാഗം കേട്ടു. ഈ 6 വരികള് മുഖത്തെ വർണ്ണിച്ചിരിക്കുന്നതാണ്. ഒന്നുകൂടെ വായിക്കാം. പീലിത്തിരുമുടി തന്നിൽ തൂമലർ മാലകൾ ചാർത്തി കണ്ടു, ഗോപി തിലകമണിഞ്ഞൊരു നെറ്റിയിൽ ഗോരോജനവും കണ്ടു, കമലദളങ്ങൾ കൊതിക്കും കണ്ണിൽ കാരുണ്യം ഞാൻ കണ്ടു, മിനുമിനെ മിന്നും കവിളിണയിൽ ഞാൻ കുണ്ടലഭംഗികൾ കണ്ടു, പുഞ്ചിരി വിരിയും ചെഞ്ചുണ്ടുകളിൽ കുസൃതിയൊളിപ്പതു കണ്ടു, അൻപിനോടോടക്കുഴലിൽ ഗോപി മോഹനരാഗം കേട്ടു, തരിവള കിലുകിലെ ഇളകി രസിക്കും കുഞ്ഞിക്കൈയുകൾ കണ്ടു, ഗളഭുവി ചാർത്തിയ മണിമാലയിൽ ഞാൻ കൗസ്തുഭരത്നം കണ്ടു, തുളസിമാലയോടൊപ്പം ചേർന്നൊരു വനമാലികയും കണ്ടു, കാഞ്ചന കാഞ്ചിയണിഞ്ഞൊരു കടിതട ശോഭകളും ഞാൻ കണ്ടു, മഞ്ഞച്ചെറു പൂമ്പട്ടു ധരിച്ചൊരു സുന്ദരനെ ഞാൻ കണ്ടു, പൊന്നിൻ പാദസരങ്ങളണിഞ്ഞൊരു കുഞ്ഞിക്കാലുകൾ കണ്ടു. കേശാദിപാദമായി. തരിവള കിലുകിലെ ഇളകി രസിക്കും കുഞ്ഞിക്കൈയുകൾ കണ്ടു, ഗളഭുവി ചാർത്തിയ മണിമാലയിൽ ഞാൻ കൗസ്തുഭരത്നം കണ്ടു,
തുളസിമാലയോടൊപ്പം ചേർന്നൊരു വനമാലികയും കണ്ടു. കാഞ്ചന കാഞ്ചിയണിഞ്ഞൊരു കടിതട ശോഭകളും ഞാൻ കണ്ടു. മഞ്ഞച്ചെറുപൂമ്പട്ടു ധരിച്ചൊരു സുന്ദരനെ ഞാൻ കണ്ടു. പൊന്നിൻ പാദസരങ്ങളണിഞ്ഞൊരു കുഞ്ഞിക്കാലുകൾ കണ്ടു. ഇതിൽ കഴുത്തിന്റെ മുകളിൽ കൈകളെ വർണ്ണിച്ചത് ഓടക്കുഴൽ പിടിച്ചിരിക്കുന്നത് കൊണ്ടായിരിക്കണം അല്ലേ? ഓടക്കുഴൽ പിടിച്ചിരിക്കുന്ന കൈകളിലുള്ള തരിവള കെലുകില ഇളകി രസിക്കും കുഞ്ഞിക്കയ്യുകൾ കണ്ടു. അത് കഴിഞ്ഞിട്ടാണ് ഗളഭുവി, പിന്നെ മാറ്, അരക്കെട്ട്, കാലുകളെല്ലാം വർണ്ണിച്ചു വന്നത്. ചുറ്റും നിൽക്കും ഗോപികൾ ചൊല്ലും കളിവാക്കുകൾ ഞാൻ കേട്ടു. പറ്റം കൂടി വരുന്നൊരു ഗോപകുമാരന്മാരെ കണ്ടു. തുള്ളിച്ചാടി വരും പൈക്കുട്ടികൾ കാൽക്കൽ നിൽപ്പതു കണ്ടു. പാദം നക്കിത്തോർത്തിക്കാതുകൾ കൂർപ്പിച്ചതു ഞാൻ കണ്ടു. ഭക്തമനസ്സുകൾ നിർവൃതി കൊള്ളും നടനവിലാസം കണ്ടു. ശുദ്ധജ്ഞാന സ്വരൂപമതാകും നഖമണി ദീപ്തികൾ കണ്ടു. ചുറ്റും നിൽക്കും ഗോപികൾ ചൊല്ലും കളിവാക്കുകൾ ഞാൻ കേട്ടു. പറ്റം കൂടി വരുന്നൊരു ഗോപകുമാരന്മാരെ കണ്ടു. തുള്ളിച്ചാടി വരും പൈക്കുട്ടികൾ കാൽക്കൽ നിൽപ്പതു കണ്ടു. പാദം നക്കിത്തോർത്തി കാതുകൾ കൂർപ്പിച്ചതു ഞാൻ കണ്ടു. ഭക്തമനസ്സുകൾ നിർവൃതി കൊള്ളും നടനവിലാസം കണ്ടു. ശുദ്ധജ്ഞാന സ്വരൂപമതാകും നഖമണി ദീപ്തികൾ കണ്ടു. കണ്ണൻ തന്നുടെ രൂപം ഭൂവിൻ ലാവണ്യത്തിൻ നിറവോ. എന്നജ്ഞാനമകറ്റും നറുനേ ദീപം തന്നുടെ പ്രഭയോ. കണ്ണൻ തന്നുടെ രൂപം ഭൂവിൻ ലാവണ്യത്തിൻ നിറവോ. എന്നജ്ഞാനമകറ്റും നറുനേ ദീപം തന്നുടെ പ്രഭയോ. എന്താ പറയാ, വൗ 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 വണ്ടർഫുൾ എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം എല്ലാവർക്കും അമ്മ കണ്ട ആ ഉണ്ണിക്കണ്ണന്റെ, മുരളീധരന്റെ, ഗോപീലോലന്റെ, വൃന്ദാവന ബാലന്റെ അതിമനോഹരമായിട്ടുള്ള കേശാദിപാദം കാണിച്ചു തരികയാണ്. അമ്മ കണ്ടു, നമ്മളെയും കാണിക്കുകയാണ്. കാണാൻ കഴിയട്ടെ നമുക്കൊക്കെ. എപ്പോഴും കണ്ണടച്ചാൽ ഉള്ളിൽ കാണാൻ കഴിയട്ടെ. അഗ്രേ പശ്യാമി. അവസാന വരിയില് സൗന്ദര്യോത്തരതോപി സുന്ദരതരം ത്വദ്രൂപമാശ്ചര്യതോപി ആശ്ചര്യം ഭുവനേ ന കസ്യ കുതുകം പുഷ്ണാദി വിഷ്ണോ വിഭോ എന്നുള്ള മേൽപ്പത്തൂരിന്റെ ആശയത്തെ വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചു. കണ്ണൻ തന്നുടെ രൂപം ഭൂവിൻ ലാവണ്യത്തിൻ നിറവോ. എന്നജ്ഞാനമകറ്റും നറുനേ ദീപം തന്നുടെ പ്രഭയോ. ഇതെനിക്ക് വായിച്ചപ്പോ കുട്ടികളെ താരാട്ട് പാടാൻ പോലും ഉപയോഗിക്കാം. കൊച്ചു കുട്ടികൾക്ക് നമ്മുടെ ഇരയിമ്മൻ തമ്പിയുടെ ഓമനത്തിങ്കൾ കിലാവോ എന്ന് പാടും പോലെ മനോഹരമായിട്ട് രാഗത്തിൽ നീട്ടിപ്പാടിയാൽ
കുട്ടികൾക്കും സന്തോഷമാവും, കുട്ടികളും ഭഗവാനെ കണ്ടുകൊണ്ട് കണ്ണടച്ച് ഉറങ്ങിപ്പോകും. പാടുന്ന നമുക്കും ഭഗവാനെ കാണാം. ഇത്ര മനോഹരം. താരാട്ടുപാട്ടായി മാറട്ടെ അല്ലേ എല്ലാവരുടെയും വീടുകളിൽ. ഇപ്പൊ കുട്ടികളില്ലാതായി, എന്താ ചെയ്യാ? വീടുകളിൽ കുട്ടികളില്ലാതായി. ഇനിയിപ്പോ പരസ്പരം അമ്മമാര് അങ്ങോട്ടും ഇങ്ങോട്ടും താരാട്ട് പാടാനേ നിവൃത്തിയുള്ളൂ. വീട്ടിൽ കുട്ടികളുള്ളവരൊക്കെ ഇത് ഒരു താരാട്ട് പോലെ കുട്ടികളെ സന്തോഷിപ്പിക്കാനായിട്ട് പാടി നോക്കും. അസലായിരിക്കും. നല്ല സംഗീതം വാസനയുള്ളവരും നല്ല ശബ്ദമുള്ളവരും ഒക്കെ ആയിട്ടുള്ളവരാണെങ്കിൽ പാടുകയാണെങ്കിൽ അതിമനോഹരമായിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. നാരായണ. അടുത്തത് ഗുരുവായൂർ ഏകാദശി എന്നുള്ള ഒരു കാവ്യമാണ്. ഗുരുവായൂർ ഏകാദശി. നമ്മുടെ അമ്മമാരിപ്പോ പാടുന്ന നല്ല കുട്ടികളൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ. അല്ലാത്തവരെ നിവൃത്തിയില്ല. സംസ്കാരഹീനന്മാരോടൊന്നും പറഞ്ഞിട്ടും കാര്യമില്ല. സംസ്കാരമുള്ള കുടുംബങ്ങളിൽ നല്ല അമ്മമാർക്ക് പറഞ്ഞിട്ടുള്ള ഇപ്പൊ അമ്മമാരായിരിക്കുന്ന മോഡേൺ അമ്മമാരായിരിക്കുന്ന കുട്ടികൾ തീർച്ചയായിട്ടും പാടും. ഇനിയുള്ളത് ഒരു കവിതയാണ്. ഗുരുവായൂർ ഏകാദശി. പലതുണ്ടേകാദശീ ദിനങ്ങൾ, വ്രതനിഷ്ഠാപരങ്ങൾ, ജപപൂജാധ്യാന സമ്പന്നങ്ങളായി എന്നിരിക്കലും ഗുരുമാരുദേശന്റെ ദിനം തന്നെ ഭക്തനു മുക്തി സാധകം ഗീതാദിനം. പലതുണ്ടേകാദശി ദിനങ്ങൾ, വ്രതനിഷ്ഠാപരങ്ങൾ, ജപപൂജാധ്യാന സമ്പന്നങ്ങളായി എന്നിരിക്കലും ഗുരുമാരുദേശന്റെ ദിനം തന്നെ ഭക്തനു മുക്തി സാധകം ഗീതാദിനം. ഗീതോപദേശം കേൾക്കെ വിശ്വരൂപത്തെ കാൺകെ യോഗികൾക്കീശൻ കൃഷ്ണൻ പുഞ്ചിരി പൊഴിക്കവേ ദൗർബല്യമുപേക്ഷിച്ചു ധർമ്മനിഷ്ഠനായി പാർത്ഥൻ തേർത്തട്ടിൽ നിന്നു ധനുർധരനായി കൃഷ്ണാന്തികേ. ഗീതോപദേശം കേൾക്കെ വിശ്വരൂപത്തെ കാൺകെ യോഗികൾക്കീശൻ കൃഷ്ണൻ പുഞ്ചിരി പൊഴിക്കവേ ദൗർബല്യമുപേക്ഷിച്ചു ധർമ്മനിഷ്ഠനായി പാർത്ഥൻ തേർത്തട്ടിൽ നിന്നു ധനുർധരനായി കൃഷ്ണാന്തികേ. ഗീതാപാഠങ്ങൾ, പ്രഭാഷണങ്ങൾ, വ്യാഖ്യാനങ്ങൾ നേരോടെ നടക്കുന്നു ക്ഷേത്രസന്നിധിയിങ്കൽ. കൃഷ്ണനെ ദർശിക്കുവാൻ ചൈതന്യമുൾക്കൊള്ളുവാൻ എത്തിടും സഹസ്രങ്ങൾ
കേൾക്കുന്നിതൊരേ നാമം. ജപിക്കുന്നൊരേ മന്ത്രം ശ്രീകൃഷ്ണ ഹരേ കൃഷ്ണ. ചെയ്യുന്നിതൊരേ കർമ്മം കൃഷ്ണപൂജകൾ മാത്രം. കാണുന്നു നാരായണമൂർത്തികൾ തന്നെ എങ്ങും. ജ്ഞാനഭക്തികൾ നൽകും അദ്വൈതഭാവത്തോടെ. ഗീതാപാഠങ്ങൾ, പ്രഭാഷണങ്ങൾ, വ്യാഖ്യാനങ്ങൾ നേരോടെ നടക്കുന്നു ക്ഷേത്രസന്നിധിയിങ്കൽ. കൃഷ്ണനെ ദർശിക്കുവാൻ, ചൈതന്യമുൾക്കൊള്ളുവാൻ എത്തിടും സഹസ്രങ്ങൾ. കേൾക്കുന്നിതൊരേ നാമം, ജപിക്കുന്നൊരേ മന്ത്രം ശ്രീകൃഷ്ണ ഹരേ കൃഷ്ണ. ചെയ്യുന്നിതൊരേ കർമ്മം കൃഷ്ണപൂജകൾ മാത്രം. കാണുന്നു നാരായണമൂർത്തികൾ തന്നെ എങ്ങും. ജ്ഞാനഭക്തികൾ നൽകും അദ്വൈതഭാവത്തോടെ. ശുദ്ധമാം ആനന്ദത്തിൻ സാന്ദ്രഭാവമായി ഭക്തിദീപ്തമായി പ്രശോഭിപ്പു ഭക്തചിത്തങ്ങളെല്ലാം. ഏകമായി തീരുന്നല്ലോ രൂപഭാവങ്ങളെല്ലാം. ഏകമാം ബ്രഹ്മമായി ലസിക്കും കൃഷ്ണൻ മുന്നിൽ. പുണ്യപാപങ്ങൾക്കെല്ലാം അപ്പുറം വൈകുണ്ഠത്തിൻ വർണ്ണനാതീതമാകും ലോകത്തിലെത്തുന്നു നാം. ശുദ്ധമാം ആനന്ദത്തിൻ സാന്ദ്രഭാവമായി ഭക്തിദീപ്തമായി പ്രശോഭിപ്പൂ ഭക്തചിത്തങ്ങളെല്ലാം. ഏകമായി തീരുന്നല്ലോ രൂപഭാവങ്ങളെല്ലാം. ഏകമാം ബ്രഹ്മമായി ലസിക്കും കൃഷ്ണൻ മുന്നിൽ. പുണ്യപാപങ്ങൾക്കെല്ലാം അപ്പുറം വൈകുണ്ഠത്തിൻ വർണ്ണനാതീതമാകും ലോകത്തിലെത്തുന്നു നാം. ദ്വാദശിപ്പണം വെച്ചു പോരുമ്പോൾ പിന്നിൽ ഒരു വേണു നിസ്വനം. മുന്നിൽ പീലി തൻ തിളക്കമോ. ദ്വാദശിപ്പണം വെച്ചു പോരുമ്പോൾ പിന്നിൽ ഒരു വേണു നിസ്വനം. മുന്നിൽ പീലി തൻ തിളക്കമോ. എല്ലാവരും ഗുരുവായൂർ ഏകാദശിക്ക് ഗുരുവായൂരിലെത്തിയ പ്രതീതിയായി. അവിടുന്ന് പോരാൻ തോന്നുന്നില്ല. ഭഗവാന്റെ വേണുനാഥം നമ്മളെ പിന്നിൽ നിന്ന് വീണ്ടും വിളിക്കുന്നു അല്ലേ. എങ്കിലും ജീവിതത്തിൽ മുമ്പിലേക്ക് ഭഗവാൻ തന്നെ എന്നും വഴികാട്ടിയായി ഉണ്ടാവട്ടെ എന്നുള്ള ആ ഒരു ചിന്തയോടെ ഓരോരുത്തരും അവരവരുടെ പ്രാരബ്ധങ്ങളിലേക്ക് മടങ്ങുന്നു. അതിമനോഹര ഭാവനകൾ. മനോഹരം. വൈശാഖ പുണ്യമാസം. അടുത്ത കവിത. വൈശാഖ പുണ്യമാസം. വൈശാഖമാസം വ്രതനിഷ്ഠതൻ കാലം. ഭക്തിപൂരിതം സ്നാനദാനധ്യാനാദിപരിപൂതം. മാനസമാലിന്യമാം
കാമരാഗദ്വേഷാദിഭാവങ്ങളെല്ലാം നീങ്ങി ശുദ്ധി കൈവരും കാലം. വൈശാഖമാസം വ്രതനിഷ്ഠതൻ കാലം, ഭക്തിപൂരിതം സ്നാനദാനധ്യാനാദിപരിഭൂതം, മാനസമാലിന്യമാം കാമരാഗദ്വേഷാദിഭാവങ്ങളെല്ലാം നീങ്ങി ശുദ്ധി കൈവരും കാലം. ക്ഷേത്രോപവാസം സാധുസംഗമം, നാമജപകീർത്തനാലാപങ്ങളാൽ ധന്യത നേടും കാലം. തീർത്ഥയാത്രകൾ വ്രതാനുഷ്ഠാനചര്യാദികൾ ഏറ്റവും ഭക്തിയോടെ അനുഷ്ഠിച്ചിടും കാലം. ക്ഷേത്രോപവാസം സാധുസംഗമം, നാമജപകീർത്തനാലാപങ്ങളാൽ ധന്യത തേടും കാലം. തീർത്ഥയാത്രകൾ വ്രതാനുഷ്ഠാനചര്യാദികൾ ഏറ്റവും ഭക്തിയോടെ അനുഷ്ഠിച്ചിടും കാലം. വിത്തദാനവും വിദ്യാദാനവും ചെയ്തിടണം, ഉത്തമം ആധ്യാത്മിക ജ്ഞാനോപദേശം തന്നെ. ദിവ്യാവതാരങ്ങളാൽ സമ്പന്നമാണീ മാസം, സർവാഭിലാഷങ്ങളും സാധ്യമാം ഭജനത്താൽ. വിത്തദാനവും വിദ്യാദാനവും ചെയ്തിടണം, ഉത്തമം ആധ്യാത്മിക ജ്ഞാനോപദേശം തന്നെ. ദിവ്യാവതാരങ്ങളാൽ സമ്പന്നമാണീ മാസം, സർവാഭിലാഷങ്ങളും സാധ്യമാം ഭജനത്താൽ. അക്ഷയതൃതീയയിൽ ശ്രീ ബലരാമൻ കൃഷ്ണജ്യേഷ്ഠനായി പിറന്നിതു ധർമ്മരക്ഷണം ചെയ്യുവാൻ. വിഷ്ണുവൈരിയാം ഹിരണ്യൻ തന്നെ നശിപ്പിച്ചിട്ടിത്രിലോകങ്ങൾ തന്നെ രക്ഷിപ്പാൻ പ്രഹ്ലാദനാം ഭക്തബാലന്റെ മുൻപിൽ തൂൺ പിളർന്നുഗ്രമായൊരട്ടഹാസത്തോടെത്തി ശ്രീ നരസിംഹമൂർത്തി. അദ്വൈത ദർശനത്തിൻ മൂർത്തിയായി ജ്ഞാനത്തിന്റെ ഉത്തുംഗ ശൃംഗം തന്നിലേറിയ ശ്രീശങ്കരൻ വിഗ്രഹപ്രതിഷ്ഠകൾ പൂജാതി കർമ്മങ്ങളും ചിട്ടയോടേർപ്പെടുത്തി എന്നെന്നും അജയ്യനായി. നിസ്തുലനായി ഭക്തി വൈരാഗ്യഭാവങ്ങൾ തൻ തത്വമായി വിളങ്ങുന്നു ജഗത്തിൻ ഗുരുനാഥൻ. അക്ഷയതൃതീയയിൽ ശ്രീ ബലരാമൻ കൃഷ്ണജ്യേഷ്ഠനായി പിറന്നിതു ധർമ്മരക്ഷണം ചെയ്യുവാൻ. വിഷ്ണുവൈരിയാം ഹിരണ്യൻ തന്നെ നശിപ്പിച്ചിട്ടിത്രിലോകങ്ങൾ തന്നെ രക്ഷിപ്പാൻ പ്രഹ്ലാദനാം ഭക്തബാലന്റെ മുൻപിൽ തൂൺ പിളർന്നുഗ്രമായോരട്ടഹാസത്തോടെത്തി ശ്രീ നരസിംഹമൂർത്തി. അദ്വൈത ദർശനത്തിൻ മൂർത്തിയായി ജ്ഞാനത്തിന്റെ ഉത്തുംഗ ശൃംഗം തന്നിലേറിയ ശ്രീശങ്കരൻ വിഗ്രഹപ്രതിഷ്ഠകൾ പൂജാതി കർമ്മങ്ങളും ചിട്ടയോടേർപ്പെടുത്തി എന്നെന്നും അജയ്യനായി. നിസ്തുലനായി ഭക്തി വൈരാഗ്യഭാവങ്ങൾ തൻ തത്വമായി വിളങ്ങുന്നു ജഗത്തിൻ ഗുരുനാഥൻ.
പരിപൂർണാനുഗ്രഹരൂപഭാവങ്ങളാർന്നു വിലസിടുന്ന മാരുദേശനെ വണങ്ങുവാൻ പരമാനന്ദാമൃതം വഴിയും കടാക്ഷത്തിൻ മൃദുല സ്പർശമേറ്റു ജന്മസാഫല്യം നേടാൻ തന്നുള്ളിൽ വിളങ്ങുന്ന ചിന്മയസ്വരൂപത്തെ കണ്ണന്റെ മയിൽ പീലി തന്നിലായി ദർശിക്കുവാൻ ജീവചൈതന്യത്തിന്റെ നിത്യമാം സംഗീതത്തിൻ ഭാവമാധുര്യം വേണുനാദമായി ആസ്വദിക്കാൻ ഭക്തലക്ഷങ്ങളെത്തും ശ്രീ ഗുരുവായൂർപുരം വിശ്വവൈകുണ്ഠം താനോ മുഗ്ധമാം അമ്പാടിയോ. പരിപൂർണാനുഗ്രഹരൂപഭാവങ്ങളാർന്നു വിലസിടുന്ന മാരുദേശനെ വണങ്ങുവാൻ പരമാനന്ദാമൃതം വഴിയും കടാക്ഷത്തിൻ മൃദുല സ്പർശമേറ്റു ജന്മസാഫല്യം നേടാൻ തന്നുള്ളിൽ വിളങ്ങുന്ന ചിന്മയസ്വരൂപത്തെ കണ്ണന്റെ മയിൽ പീലി തന്നിലായി ദർശിക്കുവാൻ ജീവചൈതന്യത്തിന്റെ നിത്യമാം സംഗീതത്തിൻ ഭാവമാധുര്യം വേണുനാദമായി ആസ്വദിക്കാൻ ഭക്തലക്ഷങ്ങളെത്തും ശ്രീ ഗുരുവായൂർപുരം വിശ്വവൈകുണ്ഠം താനോ മുഗ്ധമാം അമ്പാടിയോ. സപ്താഹപ്രിയനാകും വാദനാഥനെ തത്വവിത്തുക്കൾ ഭാഗവത പൂജ ചെയ്താരാധിപ്പൂ. സപ്താഹപ്രിയനാകും വാദനാഥനെ തത്വവിത്തുക്കൾ ഭാഗവത പൂജ ചെയ്താരാധിപ്പൂ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. വൈശാഖ പുണ്യമാസം. വിശാഖത്തിന്റെ എല്ലാ മഹിമയും ഉൾക്കൊണ്ടുകൊണ്ട് ആദിശങ്കര ഭഗവത്പാദരുടെ അവതാരമടക്കം വളരെ മനോഹരമായി വർണ്ണിച്ചുകൊണ്ടുള്ള അതിഗംഭീര കവിത. ഇനിയും 3 ചെറിയ ചെറിയ കവിതകളാണ് ബാക്കിയുള്ളത്. നോക്കാം. നാരായണ. ഇനി മണിവർണ്ണൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചെറിയ കവിതയാണ് കൃഷ്ണനെ കുറിച്ച്. മണിവർണ്ണ നിന്നെ ഞാനെവിടെ തിരയേണ്ടു, മരതക നിറമാർന്ന വനഭൂവിലാണോ, എവിടെ നീ എവിടെ നിൻ ലാവണ്യപൂരം, എവിടെ നിൻ മോഹനഗാന പീയൂഷം. മണിവർണ്ണ നിന്നെ ഞാൻ എവിടെ തിരയേണ്ടു, മരതക നിറമാർന്ന വനഭൂവിലാണോ, എവിടെ നീ എവിടെ നിൻ ലാവണ്യപൂരം, എവിടെ നിൻ മോഹനഗാന പീയൂഷം. പുളകം പുതച്ചു കുണുങ്ങി നിൽക്കും പുതുമലരുകൾ നീർവിഴി നിൻ വഴി നോക്കി നിൽപ്പു. പുളകം പുതച്ചു കുണുങ്ങി നിൽക്കും പുതുമലരുകൾ നിൻ വഴി നോക്കി നിൽപ്പൂ. ചെടികൾ മരങ്ങളും ഇലകൾ ചലിപ്പിച്ചിട്ടൊരു മൃദുസ്പർശം കൊതിച്ചു നിൽപ്പൂ. ചെടികൾ മരങ്ങളും
ഇലകൾ ചലിപ്പിച്ചിട്ടൊരു മൃദുസ്പർശം കൊതിച്ചു നിൽപ്പൂ. കുയിലുകൾ കിളികളും കണ്ണാനിൻ അമൃതമം മുരളികാഗാനം ശ്രവിച്ചു നിൽപ്പൂ. കുയിലുകൾ കിളികളും കണ്ണാനിൻ അമൃതമാം മുരളികാഗാനം ശ്രവിച്ചു നിൽപ്പൂ. യമുന തന്നോളങ്ങൾ പുല്ലണിക്കാടുകൾ മധുരം വിളമ്പും തരുനിരകൾ. അഴകാർന്ന വാനത്തിൽ തങ്ങിടും മേഘങ്ങൾ വഴികാത്തു ചെവിയോർത്തു നിന്നിടുന്നു. കുടമണിനാദമൊഴുകിയെത്തുന്നുവോ ചെറുപൈക്കൾ തുള്ളി വരുന്നിടുന്നോ. യമുന തന്നോളങ്ങൾ പുല്ലണിക്കാടുകൾ മധുരം വിളമ്പും തരുനിരകൾ. അഴകാർന്ന വാനത്തിൽ തങ്ങിടും മേഘങ്ങൾ വഴികാത്തു ചെവിയോർത്തു നിന്നിടുന്നു. കുടമണിനാദമൊഴുകിയെത്തുന്നുവോ ചെറുപൈക്കൾ തുള്ളി വരുന്നിടുന്നോ. നിത്യനായി മുക്തനായി ശുദ്ധനഖണ്ഡനായി നിസ്തുലനായി ബ്രഹ്മതത്വമാകും നിന്നെ ഞാൻ നീലമയിലുകളാടുന്ന സുന്ദര ഭൂമിയിൽ നോക്കിടട്ടെ. മഞ്ചാടിക്കുന്നികൾ പുത്തുപടർന്നിടും വള്ളിക്കുടിലിൽ തിരഞ്ഞിടട്ടെ. നിത്യനായി മുക്തനായി ശുദ്ധനഖണ്ഡനായി നിസ്തുലനായി ബ്രഹ്മതത്വമാകും നിന്നെ ഞാൻ നീലമയിലുകളാടുന്ന സുന്ദരഭൂമിയിൽ നോക്കിടട്ടെ. മഞ്ചാടിക്കുന്നികൾ പൂത്തുപടർന്നിടും വള്ളിക്കുടിലിൽ തിരഞ്ഞിടട്ടെ. ഒരു മയിൽ പീലിയായി നീ എന്റെ സ്വപ്നത്തിലണയില്ലേ പൊന്മണി വേണുവുമായി. ഒരു മയിൽ പീലിയായി നീ എന്റെ സ്വപ്നത്തിലണയില്ലേ പൊന്മണി വേണുവുമായി. ഇത് ഗംഭീരം ഗംഭീരം ഗംഭീരം. ഇതൊക്കെ എന്താ പറയുക, ഭഗവാന്റെ കൃഷ്ണന്റെ ഭക്തിഗാന ആൽബങ്ങളായിട്ട് ഇറക്കേണ്ടവയാണ്. സംഗീതജ്ഞന്മാരുടെ കയ്യിൽ കിട്ടിയാൽ അവരത് ആൽബമാക്കി മാറ്റും. നമ്മുടെ എന്താ പറയുക, ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടിയുടെയും രമേശൻ നായരുടെയും യൂസഫ് അലി കേച്ചേരിയുടെയൊക്കെ വരികൾക്കൊപ്പം വയ്ക്കാവുന്ന വരികളാണ്. അത്ര മനോഹരം തന്നെയാണ്, ഒരു സംശയവുമില്ല. നാരായണ. ഇനിയൊരു വിദ്യാരംഭം, അത് കഴിഞ്ഞാൽ ഒരു തിരുവോണം. 2 കവിതകൾ മാത്രമാണ് ബാക്കിയുള്ളത്. നോക്കാം. ഓം വിദ്യാരംഭം. നവരാത്രി സംബന്ധമായിട്ടുള്ളതാണ്. പിഞ്ചിളം മനസ്സാകും കാഞ്ചനത്തളികയിൽ നിർമ്മലം ശ്രീപൂരിതം നെല്ലരിമണികളിൽ മാനവനന്മയ്ക്കായി കർമ്മങ്ങൾ ചെയ്യേണ്ടുന്ന കോമളകരങ്ങളാൽ അക്ഷരം കുറിക്കുന്നു. പിഞ്ചിളം മനസ്സാകും കാഞ്ചനത്തളികയിൽ നിർമ്മലം ശ്രീപൂരിതം നെല്ലരിമണികളിൽ മാനവനന്മയ്ക്കായി കർമ്മങ്ങൾ ചെയ്യേണ്ടുന്ന കോമളകരങ്ങളാൽ അക്ഷരം കുറിക്കുന്നു. അക്ഷരം തന്നിലുള്ളോരർത്ഥങ്ങൾ ഗ്രഹിക്കുവാൻ
സത്യധർമ്മങ്ങളാകും മാർഗത്തിൽ ചരിക്കണം. അതിനായി അനുഗ്രഹം ലഭിക്കുന്നുണ്ടോ? കുഞ്ഞിനറിവേകുമ്പോൾ നന്മയതിന്നു കൂട്ടായുണ്ടോ? നല്ലതു പറയുവാൻ, നല്ലതു ചെയ്തിടുവാൻ, നല്ല മാർഗങ്ങൾ തേടാൻ ധൈര്യമേകിടുന്നുണ്ടോ? അക്ഷരം തന്നിലുള്ളോരർത്ഥങ്ങൾ ഗ്രഹിക്കുവാൻ സത്യധർമ്മങ്ങളാകും മാർഗത്തിൽ ചരിക്കണം. അതിനായി അനുഗ്രഹം ലഭിക്കുന്നുണ്ടോ? കുഞ്ഞിനറിവേകുമ്പോൾ നന്മയതിന്നു കൂട്ടായുണ്ടോ? നല്ലതു പറയുവാൻ, നല്ലതു ചെയ്തിടുവാൻ, നല്ല മാർഗങ്ങൾ തേടാൻ ധൈര്യമേകിടുന്നുണ്ടോ? അമ്മ തന്നൊപ്പം പഠിച്ചിടണം അഹിംസയും കുഞ്ഞേ. നിൻ ബുദ്ധി തന്നിൽ മാലിന്യമുണ്ടാകൊല. സ്നേഹത്തിൻ കാരുണ്യത്തിൻ സമഭാവന തന്റെ മായാത്ത ലിപികളിൽ എഴുതാൻ സാധിക്കണം. ത്യാഗത്തിൻ സാഹോദര്യഭാവമാർന്ന ഐക്യത്തിന്റെ മാനവധർമ്മത്തിന്റെ ഭാഷയിൽ പൊന്നോമനേ. അമ്മ തന്നൊപ്പം പഠിച്ചിടണം അഹിംസയും കുഞ്ഞേ. നിൻ ബുദ്ധി തന്നിൽ മാലിന്യമുണ്ടാകൊല. സ്നേഹത്തിൻ കാരുണ്യത്തിൻ സമഭാവന തന്റെ മായാത്ത ലിപികളിൽ എഴുതാൻ സാധിക്കണം. ത്യാഗത്തിൻ സാഹോദര്യഭാവമാർന്ന ഐക്യത്തിന്റെ മാനവധർമ്മത്തിന്റെ ഭാഷയിൽ പൊന്നോമനേ. മർത്യജീവിതത്തിന്റെ മഹത്വം വർദ്ധിപ്പിക്കും വിദ്യാരംഭത്തിൻ പൊരുളേവരുമറിയണം. മർത്യജീവിതത്തിന്റെ മഹത്വം വർദ്ധിപ്പിക്കും വിദ്യാരംഭത്തിൻ പൊരുളേവരുമറിയണം. വിദ്യാരംഭത്തിന്റെ പൊരുൾ എല്ലാവരും അറിയാൻ ശ്രമിക്കൂ. വിദ്യാരംഭങ്ങൾ ചെയ്യുന്നവരൊക്കെ കുട്ടികൾക്ക് എന്തൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം? അക്ഷരം എഴുതുമ്പോൾ ആദ്യാക്ഷരങ്ങളായി അല്ലെങ്കിൽ ആദ്യം കുട്ടിയുടെ വായിൽ വരുന്നത് ആ മാ എന്നുള്ള രണ്ട് വാക്കുകളാണ്, രണ്ടക്ഷരങ്ങളാണ്. അമ്മ. അതോടൊപ്പം അഹിംസയും കുഞ്ഞിന് പഠിപ്പിച്ചു കൊടുക്കണമെന്നാണ് ഇവിടെ അമ്മ പറയുന്നത്. ആ രണ്ടക്ഷരങ്ങൾക്കൊപ്പം മറ്റൊരു മൂന്നക്ഷരം അല്ലെങ്കിൽ അഹിംസ എന്നൊരു വാക്കും. അതുപോലെ എല്ലാ നന്മകളും ആ കുട്ടിയുടെ ഉള്ളിൽ നിറയണം എന്നുള്ള പ്രാർത്ഥനയോടെ വിദ്യാരംഭം ചെയ്യണം. മനോഹരം. വിദ്യാരംഭ സമയങ്ങളിൽ എല്ലാവരും ഓർക്കുക, ഈ കീർത്തനം പാടുക. ഇനി തിരുവോണം ഒരു ഗൃഹാതുരത്വം അല്ലെ, തിരുവോണത്തിന്റെ ഒരു ഗൃഹാതുരത്വ സ്മരണകൾ ഉണർത്തുന്ന ഒരു പാട്ടാണ്. അഥവാ നമ്മുടെ ഭാഗവതത്തില് മഹാബലി ചരിതമോ വാമനാവതാര ചരിതമോ അല്ല അവിടുത്തെ വിഷയം. തിരുവോണ ആഘോഷം തന്നെയാണ്. നോക്കാം. വാമനമൂർത്തിയനുഗ്രഹിച്ചു മൂന്നു ലോകവും ആനന്ദപൂർണമായി. ദേവകൾ സ്വന്തം ഗൃഹങ്ങളിലെത്തിനാർ
ദേവമാതാവും പ്രസന്നയായി. കൈകൊട്ടിക്കളിക്ക് പറ്റിയ പാട്ടാണ്. ഓണക്കളിക്ക് കൈകൊട്ടിക്കളിക്ക് പറ്റിയ പാട്ടാണ്. വാമനമൂർത്തി അനുഗ്രഹിച്ചു മൂന്നു ലോകവും ആനന്ദപൂർണമായി. ദേവകൾ സ്വന്തം ഗൃഹങ്ങളിലെത്തിനാർ ദേവമാതാവും പ്രസന്നയായി. ഇന്ദ്രൻ തൻ സിംഹാസനത്തിലേറി ബ്രഹ്മദേവനും അസ്വസ്ഥ ചിത്തനായി. ദേവന്റെ തൃക്കാലടികൾ പതിക്കയാൽ ഭൂമിയും ഹർഷപുളകിതയായി. ഇന്ദ്രൻ തൻ സിംഹാസനത്തിലേറി ബ്രഹ്മദേവനും അസ്വസ്ഥ ചിത്തനായി. ദേവന്റെ തൃക്കാലടികൾ പതിക്കയാൽ ഭൂമിയും ഹർഷപുളകിതയായി. ഈശ്വര ഭക്തി പ്രഭാവിതനാം ബലി മോഹനമാം സുതലത്തിലെത്തി. തൻ പുരദ്വാരത്തിലെന്നുമേ കാവലായി തമ്പുരാൻ തൻ ഗദ എന്തി നിൽക്കും എന്നറിഞ്ഞോരിന്ദ്രസേനൻ മഹാബലി ധന്യനായി പ്രീതനായി തൃപ്തനായി. ഈശ്വര ഭക്തി പ്രഭാവിതനാം ബലി മോഹനമാം സുതലത്തിലെത്തി. തൻ പുരദ്വാരത്തിലെന്നുമേ കാവലായി തമ്പുരാൻ തൻ ഗദ എന്തി നിൽക്കും എന്നറിഞ്ഞോരിന്ദ്രസേനൻ മഹാബലി ധന്യനായി പ്രീതനായി തൃപ്തനായി. വാമനമൂർത്തിയെ പൂജിച്ചു സേവിപ്പാൻ മാബലി ഭൂമിയിൽ വന്നിടുന്നു. തൃക്കാൽ പതിച്ച കരയിൽ വരുന്നിതു തൃപ്പാദഭക്തനാമിന്ദ്രസേനൻ. വാമനമൂർത്തിയെ പൂജിച്ചു സേവിപ്പാൻ മാബലി ഭൂമിയിൽ വന്നിടുന്നു. തൃക്കാൽ പതിച്ച കരയിൽ വരുന്നിതു തൃപാദഭക്തനാമിന്ദ്രസേനൻ. നൽകിടും ഞാൻ നിനക്കൈന്ദ്രം പദം പിന്നെ എന്നോടു ചേർന്നു ചിരം വസിക്കാം എന്നോരനുഗ്രഹം നേടി മഹാബലി നന്നായി ഭരിച്ചു ചിരം വസിച്ചു. നൽകിടും ഞാൻ നിനക്കൈന്ദ്രം പദം പിന്നെ എന്നോടു ചേർന്നു ചിരം വസിക്കാം എന്നോരനുഗ്രഹം നേടി മഹാബലി നന്നായി ഭരിച്ചു ചിരം വസിച്ചു. വാമനമൂർത്തിയോടൊപ്പം വരവേപ്പു മാതൃകാമന്നൻ മഹാബലിയെ. പൂക്കളം തീർക്കുന്നു പൂക്കുട കുത്തുന്നു പൂവട നേദിപ്പു നമ്മളെല്ലാം. പൂവിളിയോടെ എതിരേറ്റിരുത്തുന്നു പാടിക്കളിച്ചും രസം പകർന്നും. തൂഷനിലകളിൽ സദ്യ വിളമ്പുന്നു മോദത്തോടെ വരുമൊന്നുപോലെ. വാമനമൂർത്തിയോടൊപ്പം വരവേപ്പു മാതൃകാമന്നൻ മഹാബലിയെ. പൂക്കളം തീർക്കുന്നു പൂക്കുട കുത്തുന്നു പൂവട നേദിപ്പു നമ്മളെല്ലാം. പൂവിളിയോടെ എതിരേറ്റിരുത്തുന്നു പാടിക്കളിച്ചും രസം പകർന്നും. തൂഷനിലകളിൽ സദ്യ വിളമ്പുന്നു മോദത്തോടെ വരുമൊന്നുപോലെ. പന്തുകളിയും തിരുവാതിരക്കളി ചന്തമാർന്നോരു പുലിക്കളിയും ഊഞ്ഞാലിലാട്ടവും ഭാവനാപൂർണമാം സാംസ്കാരിക ജാഥയെന്നിതെല്ലാം മേൽക്കുമേൽ ഭംഗിയാർന്നൊത്തു ചേർന്നിടുന്നു മാബലി തൻ സ്മൃതി തൊട്ടുണർത്താൻ. പന്തുകളിയും തിരുവാതിരക്കളി
ചന്തമാർന്നോരു പുലിക്കളിയും ഊഞ്ഞാലിലറ്റവും ഭാവനാപൂർണമാം സാംസ്കാരിക ജാഥയെന്നിതെല്ലാം മേൽക്കുമേൽ ഭംഗിയാർന്നൊത്തു ചേർന്നിടുന്നു മാബലി തൻ സ്മൃതി തൊട്ടുണർത്താൻ. പോകല്ലേ പോകല്ലേ മാബലി, വാമനമൂർത്തിയോടൊപ്പം ഇവിടെ വാഴുക. പോകല്ലേ പോകല്ലേ മാബലി, വാമനമൂർത്തിയോടൊപ്പം ഇവിടെ വാഴുക. മഹാബലി പോയാൽ ഓണം കഴിയൂലോ, അപ്പൊ എന്നും ഓണമായിരിക്കണം നമുക്ക്, അല്ലേ? അതിനാണ് മഹാബലിയോട് പോകരുതേ എന്ന് പറയുന്നത്. അതിമനോഹരം അതിമനോഹരം. ഇപ്പൊ ഞാൻ ഈ പൂജാപുഷ്പങ്ങൾ എന്ന ഈ കാവ്യസമാഹാരം അത് ഭഗവാൻ ഗുരുവായൂരപ്പന്റെ പാദങ്ങളിലേക്ക് സമർപ്പിക്കുന്നു, ഗുരുപരമ്പരയുടെ പാദങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിലേക്കും പുസ്തക രൂപത്തിൽ ഓരോരുത്തരുടെ കൈകളിലേക്കും സമർപ്പിക്കുന്നു. ഏറ്റെടുക്കുക. ഗുരുവായൂരപ്പന്റെ അനുഗ്രഹത്തിന് പാത്രീഭവിക്കുക. ഗുരുവായൂരപ്പന്റെ പ്രസാദമാണിതെന്ന് കരുതുക. അപ്പോൾ തൽക്കാലം പൂജാപുഷ്പങ്ങൾ 37 സ്തോത്രങ്ങളും 37 കാവ്യങ്ങളും ആലപിച്ചു. ഇനി സന്ദർഭം വരുമ്പോഴൊക്കെ നമുക്കിത് എടുത്ത് പാരായണം ചെയ്യാം. ഏതേത് സന്ദർഭത്തിൽ ഏതേത് ഉചിതമായിട്ടുള്ളതോ എല്ലാം എടുത്ത് പാരായണം ചെയ്യാം. തൽക്കാലം ഇവിടെ വിരമിക്കുകയാണ്. കമലാദേവി കുഞ്ഞമ്മയ്ക്ക് അഭിനന്ദനങ്ങൾ, അഭിവാദനങ്ങൾ, നമസ്കാരങ്ങൾ. ആയുരാരോഗ്യ സൗഖ്യം നൽകി ഇനിയും ഇനിയും ഇതുപോലെയുള്ള ഹൃദയസ്പർശികളായ ഭാവനാസമ്പന്നങ്ങളായ ഭഗവത് മാഹാത്മ്യം വർണ്ണിക്കുന്നതായിട്ടുള്ള കീർത്തനങ്ങൾ ധാരാളം ഉണ്ടാവട്ടെ. അമ്മ നിത്യം എന്താ പറയുക, 4 വരി അല്ലെങ്കിൽ 8 വരി അല്ലെങ്കിൽ അങ്ങനെ ഇഷ്ടംപോലെ പല കാര്യങ്ങളും എഴുതിക്കൊണ്ടിരിക്കുന്ന അമ്മയാണ്. അതെല്ലാം കൂടി ഒരു വേണ്ട പോലെ ഏകോപിപ്പിച്ച് നല്ല കാവ്യങ്ങളായി ഞങ്ങൾക്കായിട്ട് തന്നാലും എന്ന് എല്ലാവർക്കും വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്. ഇനിയും ഇനിയും നല്ല കാവ്യങ്ങളായിട്ട് സഹൃദയർക്കായിക്കൊണ്ടും വരും തലമുറകൾക്കായിക്കൊണ്ടും അനുഗ്രഹിച്ചു നൽകിയാലും എന്ന് ശതാഭിഷിക്തയായ അമ്മയോട് പ്രാർത്ഥിക്കുകയാണ്. അമ്മയ്ക്ക് ഭഗവാൻ ഗുരുവായൂരപ്പൻ അനുഗ്രഹം നൽകി അതിനൊക്കെ ആരോഗ്യം ഉണ്ടാവട്ടെ, മനഃശാന്തി ഉണ്ടാവട്ടെ, സന്തോഷമുണ്ടാവട്ടെ. ഹരി ഓം. എല്ലാവർക്കും വീണ്ടും വീണ്ടും നിങ്ങളുടെയൊക്കെ താല്പര്യം, ശ്രദ്ധ, അത് തന്നെയാണത് അവതരിപ്പിക്കാനുള്ള പ്രചോദനവും എനിക്ക് കൂടിയത്. അപ്പോൾ എല്ലാവരും അത് ആസ്വദിക്കുന്നുണ്ട്. അത് മറക്കരുത്. എന്നും ആസ്വദിക്കാൻ വേണ്ടി അതിനാണ് സ്വന്തമായിട്ട് ഓരോ പുസ്തകങ്ങൾ കൈക്കലാക്കുക, എന്നിട്ട് ആസ്വദിക്കുക. അപ്പോൾ മറക്കില്ല, സ്വയം പാടാനും സാധിക്കും. ഇപ്പോൾ നമ്മൾ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുള്ളതെല്ലാം യൂട്യൂബിലേക്കാക്കിയിട്ട് ഗ്രൂപ്പിലേക്ക് തരാനായിട്ട് നമ്മൾ ശ്രീവള്ളി ടീച്ചറോട് പറയാം. യൂട്യൂബ് ആകുമ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്യാനും പറ്റും ഈസി ആയിട്ട്. ഓം. വളരെ സന്തോഷം. ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കാം. ഓം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത്
കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഹരി ഓം. അതുപോലെ അമ്മയുടെ അനുജത്തിയായിട്ടുള്ള ശകുന്തളാദേവി അവര് ശകുന്തളാദേവി VN എന്ന പേരിൽ തൃശ്ശൂരില് പെരിങ്ങാവില് അമ്മയുണ്ട്. അവര് രചിച്ചതായിട്ടുള്ള നാരായണീയ മകരന്തം എന്ന ഗംഭീരമായിട്ടുള്ള പുസ്തകമുണ്ട്. നാരായണീയത്തിന്റെ ലളിതമായിട്ടുള്ള വ്യാഖ്യാനം വലിയ പുസ്തകമാണ്. മുമ്പ് ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ അറിയുക. നാരായണീയത്തെ വളരെ ഹൃദ്യമായിട്ട് ലളിതമായിട്ട് ഓരോ കഥകളും അവതരിപ്പിച്ചിട്ടുള്ളതാണ് നാരായണീയ മകരന്തം. അത് വേണ്ടവർ ചോദിക്കുക. ഇത്തിരി വലിയ ബുക്കായതുകൊണ്ട് 400 രൂപയാണ്. പ്രിന്റിംഗ് ചെലവ് തന്നെ അതിനേക്കാൾ കൂടുതലായിട്ടുള്ളതാണ്. അവര് സബ്സിഡൈസ്ഡ് ആയിട്ട് അവരുടെ സ്വന്തം കയ്യിൽ നിന്ന് പൈസ നഷ്ടപ്പെട്ടുകൊണ്ട് 400 രൂപയുടെ പുസ്തകമായിട്ട് ഇറക്കിയിരിക്കുകയാണ്. വേണ്ടവരാവശ്യപ്പെട്ടാൽ നമ്മുടെ അടുത്തും സ്റ്റോക്കുണ്ട്. അല്ലെങ്കിൽ തൃശ്ശൂര് പെരിങ്ങാവ് ധന്വന്തരി ക്ഷേത്രത്തിന്റെ അടുത്ത് അമ്മയുടെ വീട്ടിലും സ്റ്റോക്കുണ്ട്. എവിടുന്ന് വേണമെങ്കിലും അയച്ചുതരാം. പാറമേക്കാവിലും സ്റ്റോക്കുണ്ട്. ഹരി ഓം. ഇവരുടെ പുസ്തകങ്ങളും പൂജാപുഷ്പങ്ങളും കാവ്യ മഞ്ജരിയും പാറമേക്കാവിലേക്ക് എത്തിക്കാൻ നോക്കാം. ഓം. ഹരി ഓം. എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. നാളെ അമാവാസി. എല്ലാവരും വേണ്ടതുപോലെ അവരവരുടെ പിതൃക്കളെ പ്രാർത്ഥിച്ചുകൊണ്ട് ചെയ്യാവുന്നതെല്ലാം ചെയ്യുക. ശ്രദ്ധയോടെ ചെയ്യുന്നതാണ് ശ്രാദ്ധം. നമ്മുടെ പിതൃക്കളോടുള്ള നമ്മുടെ കരുതലാണ്. അങ്ങനെ നമുക്ക് നമ്മുടെ പൂർവികരോട് കരുതലുണ്ടാകുമ്പോഴേ നമ്മുടെ താഴെയുള്ളവർക്ക് നമ്മളോട് കരുതൽ ഉണ്ടാവുകയുള്ളൂ. ജീവിച്ചിരിക്കുമ്പോഴും പിതൃക്കളുടെ അനുഗ്രഹം വേണം. സന്തതി ഭാഗ്യം ഉണ്ടാകാൻ, സന്തതികളുടെ ആനുകൂല്യം നമുക്കുണ്ടാവണമെങ്കിൽ പിതൃശാപം ഒട്ടും ഉണ്ടാവരുത്. നമ്മുടെ സന്തതികൾ നന്നായി വരണമെങ്കിലും പിതൃശാപം ഉണ്ടാവരുത്. അപ്പോൾ പിതൃക്കളെ പ്രാർത്ഥിച്ചുകൊണ്ട് ആരോഗ്യമുള്ളവരെല്ലാം അമാവാസിക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ശ്രാദ്ധം അല്ലെങ്കിൽ തർപ്പണം, ബലി എല്ലാം വേണ്ടതുപോലെ ചെയ്യുക. മറ്റന്നാൾ പിന്നെ ഞായറാഴ്ചയാണ് നമുക്കിവിടെ പാലക്കാട് ആഞ്ജനേയ സേവാ സമിതിയിലെ രാമായണ പാരായണ മത്സരങ്ങളാണ്. കുട്ടികൾക്കുള്ള മത്സരമാണ് മറ്റന്നാൾ. അത് കഴിഞ്ഞ് അടുത്ത ആഴ്ചയിലാണ് വലിയവർക്ക് സീനിയേഴ്സിനുള്ള മത്സരം. നിറയെ പാർട്ടിസിപ്പൻസ് പങ്കെടുക്കുന്ന പരിപാടിയാണ്. അതിൽ മുഖ്യ വിധികർത്താവായിട്ട് മുമ്പിലിരിക്കണം നമ്മൾ ഫുൾ ടൈം. രാവിലെ 9:30 മുതൽ ചിലപ്പോൾ 3 മണി 4 മണിയൊക്കെ ആവും അവിടെ കഴിയുമ്പോൾ. നോക്കട്ടെ. അപ്പോൾ 2 ദിവസം ബ്രേക്ക്. ഇനി തിങ്കളാഴ്ച എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ ഞാൻ അപ്പം അറിയിക്കാം. ഹരി ഓം. ഹരി ഓം. എന്തായാലും വൈകുന്നേരങ്ങളിൽ വാൽമീകി രാമായണം തുടർന്നുകൊണ്ടേയിരിക്കും. 32 ദിവസവും. ഇന്നലെ 17 കഴിഞ്ഞു. ഇനി 15 ദിവസമുണ്ട്. ഹരി ഓം. എല്ലാവർക്കും എല്ലാ നന്മകളും ആശംസിക്കുന്നു. ഹരി ഓം.